അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിതിപ്പം നിൽക്കുന്നത് തഞ്ചാവൂരാണ്. തഞ്ചാവൂരുള്ള അതിപ്രശസ്തമായ ബൃഹദേശ്വര ക്ഷേത്രം, അതുപോലെ തന്നെ ഇവിടെ ഒരു മറാത്ത പാലസ് ഉണ്ട്, പിന്നെ മ്യൂസിയം, പിന്നെ ഒരു ബേർഡ്സ് പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ തഞ്ചാവൂർ കാണാനുണ്ട്. പിന്നെ തഞ്ചാവൂർ മാത്രം കിട്ടുന്ന കുറച്ച് ഫുഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ എത്തിയപ്പം ഒരു 11 മണിയൊക്കെ ആയി. ഇപ്പോൾ സമയം കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തപ്പോൾ സമയം 2 മണിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെയുള്ള ഒരു മറാത്ത പാലസ് കാണാൻ പോവാം. അത് കണ്ടിട്ട് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു പാലസ് മ്യൂസിയം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് കാണാം. ക്ഷേത്രത്തിൽ നമ്മൾ നാളെ രാവിലെ നമ്മളൊരു 5:30 ആ ടൈമിന് ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇതാണ് നമ്മളിവിടെ താമസിക്കുന്ന റൂം. ഇവിടെ അവിടെ ഒരു ഷെൽഫ് ഉണ്ട്, ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളം അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പ്, അതിൽ ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹോട്ടൽ രാംനാഥ്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അവിടെയായിട്ടൊരു വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ചെറിയ റൂമാണ്. ഇതിന് 800 രൂപയാണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. നോൺ AC റൂമാണ്. അവിടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഇവിടെ തഞ്ചാവൂർ ഓൾഡ് ബസ് സ്റ്റാൻഡാ. ഉണ്ട്, ബസ്സുകളൊക്കെ കുറവാ. ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്നത്, ഹോട്ടൽ രാംനാഥ്. ഇവിടെ ടൗണിൽ തന്നെയാണ്, നിങ്ങൾക്ക് കാണാം ബസ് സ്റ്റാൻഡിൻ്റെ, ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കണം. ഇതവിടെ ഒരു ആര്യഭവൻ ഉണ്ട്. ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. എത്ര വിഭവങ്ങളാണെന്ന് നോക്ക് നിങ്ങൾ ഈ ഒരു സദ്യയിൽ വരുന്നത്. എനിക്ക് പലതിൻ്റെ പേര് തന്നെ അറിയില്ല. ഉപ്പേരി ഉണ്ട്, സാലഡ് ഉണ്ട്. സാലഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ മെഴുക്ക് വരട്ടി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ചില സ്ഥലത്ത് ഉപ്പേരിക്ക് തന്നെ അത് പറയും. ഉപ്പേരി തന്നെ 2 ടൈപ്പായിട്ടുണ്ട്. പിന്നെ രസം, സാമ്പാർ, കാളൻ, എരശ്ശേരി, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ബോളിയാണെന്ന് തോന്നുന്നത്, ബോളി പായസം, അതുപോലെ തന്നെ ഇത് പപ്പടം വലുതാ. അപ്പം ഞാനെന്തായാലും എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ. ഇതൊക്കെ കൂടി കാണുമ്പോൾ വയറ് നിറഞ്ഞൊരവസ്ഥ തന്നെയാണുള്ളത്. ആദ്യം കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചു. ഇത്രയും വിഭവങ്ങളിലുണ്ട് കുറച്ച് ചോറേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മളെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള തഞ്ചാവൂർ സദ്യ, അതായത് തഞ്ചാവൂർ താലി പോലെയാണ് അവരത് സെറ്റ് ചെയ്തത്. ഏകദേശം 250 രൂപയൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ നോർമലി കഴിക്കുന്ന ഐറ്റംസിനേക്കാളും കൂടുതൽ ഇഷ്ടംപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. അതിലൊരു പായസം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി പായസം എന്ന് വെച്ചാൽ അടിപൊളി പായസം. ഞാൻ ഇത്ര ടേസ്റ്റിൽ ഒരു പായസം കഴിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ അവിടെ പാലസ് കണ്ടിട്ട് ഞാൻ മാപ്പ് ഇങ്ങനെ നോക്കിയതാണ്. കറക്റ്റ് റൂട്ട് അറിയില്ലേ. ഒരു 10-700 മീറ്റർ കൂടി നമുക്കിനി നടന്നു പോകാനുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ ഒരു പാലസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അത് കണ്ടിട്ട് നമുക്ക് സന്ധ്യ ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാം. ഇപ്പോൾ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. റോഡിലൊക്കെ നല്ല തിരക്കാണ്. വൈകുന്നേരം ആയില്ലേ. നമുക്കിത് ഈ ഒരു വഴി നേരെ പോയിട്ടാണ് പാലസിലോട്ട് എത്തുക. പോകുന്ന വഴിയിലൊരു പഴയ ക്ഷേത്രം കണ്ടോ, നല്ല പഴക്കമുണ്ട്. അതിൻ്റെ താഴത്തെ ഭാഗത്തൊക്കെ ആ പഴയ ഇഷ്ടികയൊക്കെ കാണാം. മുകളിലെ ഗോപുരം നല്ല ഭംഗിയിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ് റോഡിലൊക്കെ. ഈ ഒരു വഴി നമുക്കൊരു 700 മീറ്റർ നടന്നു പോകാനുണ്ട് പാലസിൻ്റെ അങ്ങോട്ട്. ഇവിടെ പോകുന്ന വഴിയിൽ കണ്ടോ വിജയുടെ ഒക്കെ വലിയ പോസ്റ്ററും ഫ്ലെക്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പുതിയ മൂവി ഇറങ്ങാൻ പോകാണല്ലോ, അവസാനത്തെ മൂവി ആയതുകൊണ്ട് അതിൻ്റെ പ്രൊമോഷനൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ഭാഗത്തോട്ട് എത്തിയപ്പം കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. ഈ കാണുന്നതേ ഒരു സ്കൂളാണ്. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഗേൾസ് സ്കൂളാണിത്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു എന്തോ ജയിലോ അങ്ങനെ എന്തോ ആയിരിക്കുന്നു. പക്ഷെ ഒരു പഴയ ഒരു സ്കൂളാണ്. കണ്ടോ, പഴയ ഒരു ബിൽഡിങ്. ഇവിടെയായിട്ടാണ് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സ് വരുന്നത്. അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, തഞ്ചാവൂർ പാലസ്. അതുപോലെ തന്നെ സരസ്വതി മഹൽ ലൈബ്രറി ഒക്കെ ഇതിൻ്റെ അകത്തോട്ടാണ്. ഇതാന്ന് തോന്നുന്നു അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇത് എൻട്രൻസ് മീൻസ് അത് നേരിട്ട് എൻട്രൻസ് അല്ല, അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചുകൂടി പോകാനുണ്ട്. അതാണ് അവിടെ പാലസ് കോംപ്ലക്സിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ വരുന്നത്. ഇവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ കണ്ടോ, നല്ല ഭംഗിയിൽ വരച്ച് വെച്ച
രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെ ഒരു സ്കൂള് വരുന്നുണ്ട്, രാജാസ് ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ. എനിക്ക് തോന്നുന്നു അതും ഈ പാലസ് ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു പഴയ ബിൽഡിംഗ് ഇല്ലേ, അതും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവണം എന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. രണ്ട് സൈഡിലും മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ വരച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെയുള്ള ഈ ഒരു പാലസ് മറാത്ത പാലസ് ആണ്. അതുകൊണ്ടാണ് ഇതവിടെ കണ്ടോ, ഛത്രപതി ശിവജിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതൊരു ജംഗ്ഷനാണ്, ഇവിടുന്ന് ഇനി നേരെയാന്ന് തോന്നുന്നു, നോക്കാം. അവിടെ കണ്ടോ, ഇത് തഞ്ചാവൂർ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. ഇതാണ് പാലസിലോട്ട് പോകേണ്ട വഴി. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിലാണ്, കണ്ടോ. അപ്പം നമുക്ക് ഈ വഴി നേരെയാണ് അകത്തോട്ട് പോകേണ്ടത്. ഇവിടെ തമിഴിലാണ് എഴുതി വെച്ചത്, അറിയില്ല എന്താന്ന്. ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗം നോക്ക്, വെളിച്ചം കുറവാണ്, അതുകൊണ്ട് നമുക്കിനി പുറത്തെത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നേരത്തെ അവിടെ ബോർഡ് കണ്ടില്ലേ, സരസ്വതി മഹൽ ലൈബ്രറി, അതാണ് ഈ കാണുന്നത്. ദർബാർ ഹോള് അതുവഴിയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ റെനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ആ ഒരു ലൈബ്രറി. അവിടെ മുകളിൽ സരസ്വതീനെ കാണാം, പഴയ ടൈപ്പ് മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ. ഇതൊക്കെ ഇവിടെ ലൈബ്രറീൻ്റെ ഭാഗമായിട്ട് വിൽക്കാൻ വെച്ചിട്ടുള്ള ബുക്കുകളാണ്. അല്ലാതെ നമുക്ക് വായിക്കാനുള്ള ബുക്കുകൾ വേറെ ഉണ്ട്. അവിടെ ലൈബ്രറിയിൽ പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ അകത്തെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് നേരെ നമ്മൾ വരുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ അകത്തോട്ട് കയറി വരുമ്പം തന്നെ ഒരുപാട് പ്രതിമകളൊക്കെ ഇവിടുത്തെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയത് ഈ മ്യൂസിയത്തിൻ്റെ അകത്തായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഭാഗം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ കുറേ പ്രതിമകൾ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് നല്ല ഭംഗിയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ പ്രതിമകളുടെ ഭാഗത്ത് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ഗോപുരം കാണാൻ പറ്റും. ഇത് പണ്ട് കാലത്ത് ആയുധപ്പുരയായിരുന്നു. അതിനോട് ചേർന്നാണ് ഇവിടുത്തെ നടരാജ വിഗ്രഹങ്ങളൊക്കെ മാത്രം വെച്ചിട്ടൊരു മ്യൂസിയം. അല്ലാതെ ഇവിടുത്തെ ചെമ്പ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു 2 മ്യൂസിയങ്ങൾ ഇതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഉണ്ട്. അത് നമുക്ക് കാണാം. ഇനി ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ തഞ്ചാവൂരിലെ നായ്ക്കന്മാരാണ് ഈ ഒരു കൊട്ടാരം സ്ഥാപിച്ചത്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ മറാത്ത പാലസ് എന്ന് വിളിക്കുന്നതെന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ 1674 മുതൽ 1855 വരെയുള്ള കാലഘട്ടത്തിൽ മറാത്തകളായിരുന്നു ഈ ഒരു കൊട്ടാരം ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരത്തിനെ മറാത്ത പാലസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ കണ്ട സരസ്വതി മഹൽ ലൈബ്രറി, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഫയർ സ്റ്റേഷൻ, വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, തഞ്ചാവൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്കൂള്, അതിൻ്റെ കൂടെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ, ഇതൊക്കെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ ആ സ്കൂളിന് ഈ കൊട്ടാരമായിട്ട് ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതായിരുന്നു കേട്ടോ ബന്ധം. ഒരുപാട് പ്രതിമകൾ ഇവിടെ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതാണ് പുറത്തൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാണാനുള്ളത് വെങ്കൽ, അതായത് ലോഹങ്ങളിൽ നിർമ്മിച്ച കുറേ ചെറുതും വലുതായിട്ടുള്ള വിഗ്രഹങ്ങളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നടരാജ വിഗ്രഹങ്ങളൊക്കെയാണ് കാണാനുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മൊത്തം കല്ലുകളിൽ നിർമ്മിച്ചതാണ്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ മുൻകാല ചരിത്രം കൂടി ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ തഞ്ചാവൂർ നായ്ക്കർ എന്ന് പറയുന്നത് അതായത് BC 1500 മുതൽ ഇവിടെ ഈ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ആളുകളായിരുന്നു. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൊട്ടാരാണ് ഇത്. പിന്നീട് അച്യുതപ്പ നായ്ക്കർ, രഘുനാഥ നായ്ക്കറൊക്കെയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അതിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ മറാത്തകൾ ഇവിടെ ഭരിച്ചത്. അതുകൊണ്ട് അവസാന കാലം ഇവിടെ ഭരിച്ചു എന്നുള്ള നിലയിലാണ് ഇതിനെ മറാത്ത പാലസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് മൊത്തം വെങ്കലം കൊണ്ടുണ്ടാക്കിയ പ്രതിമകളൊക്കെയാണ് ഈ അകത്ത് വെച്ചിട്ടുള്ളത്. അവസാന കാലം ഇവിടെ ഭരിച്ചിരുന്ന മറാത്ത രാജാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നല്ല മനോഹരമായൊരു ഹാളാണിത്. ഈ ഹാളിലാണ്
ഇവിടെ ഉള്ള ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള വെങ്കലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ പ്രതിമകളൊക്കെ. അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിലൊക്കെയുള്ള കൊത്തുപണികളും അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര ഭംഗിയാണെന്ന്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള വെങ്കല പ്രതിമകളാണ്. ഇതാണ് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് വെങ്കല പ്രതിമകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. എന്താണ് അതിൻ്റെ പേര്, അത് ഏത് കാലഘട്ടത്തിലാണ് എന്നൊക്കെ അതിൻ്റെ അടിയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള പേരും ഡീറ്റെയിൽസും പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. എത്ര വ്യത്യസ്ത തരത്തിലുള്ള ചെറുതും വലുതായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഓരോന്നിൻ്റെ ഫിനിഷിംഗ് ആണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നത്തെ കാലത്ത് മെഷീൻ കട്ടിങ്ങിൽ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നേ ഇവിടുന്ന് കണ്ടെത്തിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇവയൊക്കെ. എത്ര ഭംഗിയിലാണ് ഓരോന്നും വരച്ചു വെച്ചെന്ന് കണ്ടോ. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എത്ര കാലം മുന്നേ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. ചെറിയ വിഗ്രഹങ്ങളൊക്കെ കണ്ടോ. ഈ ഒരു കൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും തമിഴ് വാസ്തുശൈലിയിലാണെങ്കിലും ചില ഭാഗങ്ങളൊക്കെ മറാത്ത വാസ്തുശൈലിയിൽ കൂടി നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങൾ കൂടെ ഈ ഒരു കൊട്ടാരത്തിലുണ്ട്. ഇനി നമുക്കിവിടെ കാണാനുള്ള നിങ്ങളീ കാണുന്ന നടരാജ ഹാളാണ്. ഇതിൻ്റെ അകത്ത് ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള നടരാജ വിഗ്രഹങ്ങളാണ്. അതും ഇവിടെ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തിയതാണ്. സത്യത്തിൽ നടരാജ മൂർത്തി വരുന്നത് ചിദംബരത്താണ്. ചിദംബരമാണ് നടരാജ ക്ഷേത്രം വരുന്നത്. അവിടെ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് നടരാജ വിഗ്രഹങ്ങൾ പല വലുപ്പത്തിലുള്ളവയാണ്. ഒരുപാട് പ്രത്യേകതകൾ നടരാജ വിഗ്രഹത്തിനുണ്ട്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ആവശ്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്തിട്ട് അത് വായിച്ചു നോക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത്. അങ്ങനെ കുറേ തരത്തിലുള്ള നടരാജ വിഗ്രഹങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ പാലസിൻ്റെ അകത്ത് എല്ലാ കാഴ്ചകളൊക്കെ ഇവിടെ നടന്ന് കണ്ടു. ആദ്യം അതിൻ്റെ തൊട്ടപ്പുറത്തന്നെയായിട്ട് പാലസ് മ്യൂസിയം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി അലോഡല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ വലിയൊരു ഗോപുരമുണ്ട്. അതിൻ്റെ നിങ്ങൾ നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കുറേ പഴയ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് പോയിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തന്നെയായിട്ട് ഒരു നടരാജ വിഗ്രഹങ്ങൾ കുറേ എണ്ണം വെച്ചിട്ട് അതും നമ്മൾ കണ്ടു. അങ്ങനെ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ നടന്ന് കാണാനുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ഒരു വീണയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ഇല്ലെങ്കിൽ നാളെ കാണാം. ഇന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ഇന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേതാ നേരത്തെ നമ്മൾ കണ്ട ഒരു ഗോപുരമല്ലേ, വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. നേരത്തെ ഒക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഒന്ന് പോയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല പുറത്തോട്ട് പോവാം. തഞ്ചാവൂർ നിങ്ങൾ വരുവാണെങ്കിൽ ക്ഷേത്രം മാത്രം കണ്ടുപോകാതെ ഇതൊക്കെ ഒന്ന് വന്ന് കാണാം. എന്ത് ഭംഗിയാണെന്ന് നോക്കും. മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് രസമാണ് ഇത് കാണാനൊക്കെ. ഇതുകൂടി ഒന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടില്ല ഇഷ്ടംപോലെ കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹങ്ങൾ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അകത്ത് കൂടുതലും ഈ മെറ്റൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ അവിടെ കണ്ട പോലെ ചെറിയൊരു ശിവക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കുറേ നമ്മളിവിടെയുള്ള നടന്ന കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് പോകാൻ തോന്നില്ല. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ മനോഹരമായ ഗോപുരം ഇങ്ങനെ നോക്കി നമ്മളിവിടെ നിന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് മെല്ലെ പുറത്തിറങ്ങിയിട്ട് അവിടെ എവിടെ ആ വീണ ഉണ്ടാക്കുന്ന സ്ഥലം നോക്കിയിട്ട് വരാൻ പറ്റുമോ നോക്കാം. അവിടുന്ന് നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങിയാൽ കാണുന്നതാണ് ഈ കാണുന്നത് മണിമണ്ഡപം എന്ന് വിളിക്കുന്ന ഒരു കെട്ടിടമാണ്. മൊത്തം 11 നിലകളായിരുന്നു ഈ ഒരു കെട്ടിടത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം 8 നിലകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓരോ നിലകളിലും 4 ചുമരുകളും 4 ചുമരുകളിലും കമാനാകൃതിയിലുള്ള ജനാലകളുമാണ് ഈ ഒരു കെട്ടിടത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ അതിനെ തുളക്കാട് മണ്ഡപം എന്നാണ് വിളിക്കുന്നത്. തുള മീൻസ് ആ വലിയ ജനലുകളിലുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇത് പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചിരുന്നത് നിരീക്ഷണങ്ങൾക്കൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ നിരീക്ഷണങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയൊരു ഹാൾ ഇതിൻ്റെ മുകളിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അതുപോലെ തന്നെ പൊതുജനങ്ങളൊന്നും ഇപ്പം മുകളിലോട്ട് കടത്തി വിടുന്നുമില്ല. കാരണം അത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് മുകളിലോട്ടുള്ള എൻട്രി അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് താഴെ തന്നെ ഓരോ ഭാഗങ്ങളിലോട്ട് പോകുമ്പം എത്ര മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് മനസ്സിലാവും. 2 ബിൽഡിങ്ങുകൾ, അതായത് നേരത്തെ നമ്മൾ പോയ ആ ഒരു ബിൽഡിങ്ങും ഇപ്പുറത്തെ ബിൽഡിങ്ങും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഭംഗിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. താഴെ വെള്ളം ഒഴുകിയിരുന്ന ഒരു ഭാഗം കൂടെ കാണാം. മുകളിലോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. അല്ലാണ്ട് ഇവിടെ താഴെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതുവഴിയോ മറ്റോ ആണെന്ന് തോന്നുന്നു മുകളിലോട്ട് പോകേണ്ടത്. ഇവിടെ കണ്ടോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
മുകളിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടുന്ന് കാഴ്ചകളൊക്കെ നേരത്തെ നമ്മൾ അതുവഴിയാണ് അങ്ങോട്ട് പോയത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അതിന് നേരെ പുറകിലായിട്ട് വലിയൊരു സ്കൂൾ ഗ്രൗണ്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലോട്ട് പോകുന്നത് കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ സൈക്കിളിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുന്ന കാഴ്ചയൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ. ഇവിടുന്ന് നമുക്ക് ആ ഒരു മണിമണ്ഡപവും അതിൻ്റെ പുറകിലായിട്ടുള്ള ഗോപുരം കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അതിൻ്റെ പുറകിൽ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള സ്കൂളാണ്. അവിടെയുള്ളത് ബോയ്സ് സ്കൂളും നേരത്തെ നമ്മൾ കണ്ടത് ഗേൾസ് സ്കൂളും. അങ്ങനെ 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് രണ്ടും കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ. നേരത്തെ നമ്മളെ കണ്ട ഗോപുരവും അതിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന മണിമണ്ഡപവും. ഇതാണ് ഇതിൻ്റെ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പുറത്തോട്ട് പോവാം. നിങ്ങൾ ഈ കാണുന്നവയൊക്കെ തഞ്ചാവൂർ ബൊമ്മകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? തഞ്ചാവൂർ ബൊമ്മകൾ പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ചെറിയ കാറ്റടിക്കുന്ന സമയത്ത് ഇവയുടെ തലയൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. കാണുമ്പോൾ നമ്മൾ ചെറിയ ബൊമ്മകളാണെന്ന് തോന്നുമെങ്കിലും നല്ല പൈസയാണ്. ആ ചെറിയ ബൊമ്മയ്ക്ക് 400 രൂപ തൊട്ട് മുകളിലോട്ടാണ് ഇതിൻ്റെ വില വരുന്നത്. ഇവിടെ തന്നെ ഉന്തുവണ്ടികളിൽ നമുക്ക് കുടിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ചിട്ടുണ്ട്. ആ നല്ല ഭംഗിയുള്ള ഒരു നീല ഉന്തുവണ്ടി കണ്ടോ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് ആ മണിമണ്ഡപം കാണാം. ഇതാണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോയ ഒരു വഴി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പണി നടക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ലോറികളൊക്കെ കൊണ്ടുവച്ചത്. ഇവിടെയായിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച തഞ്ചാവൂർ ബൊമ്മേനെ വിൽക്കാൻ വെച്ച ഷോപ്പ് വരുന്നത്. ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇനിയിപ്പം അവിടെ എന്താ, അവിടെ എക്സിബിഷൻ കം സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളെയും കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിസ്സാകാൻ പാടില്ലല്ലോ. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്രധാനപ്പെട്ട ഓരോന്നും ഇവിടുന്ന് എത്ര ദൂരെയാണ്, അത് എവിടെയൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു മാപ്പിലുണ്ട്. പിന്നെ ഇവിടെയാണ് തഞ്ചാവൂർ ഹാൻഡിക്രാഫ്റ്റ്സ് വർക്ക്ഷോപ്പ്. അതാണ് ഇവിടെ. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. നിങ്ങൾ ഈ കാണുന്നവയൊക്കെ തന്നെ തഞ്ചാവൂരുള്ള ആളുകൾ കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ്. ഒരു കുടിൽ വ്യവസായം പോലെ ഇവിടെയുള്ള ആളുകൾ ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവർ കൊണ്ടുവന്നിട്ട് അവരത് വിൽപ്പന നടത്തുകയാണ് ചെയ്യുക. കീ ചെയിനുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയൊരു ഹോളിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ വെച്ചിട്ടാണ് അവരിത് കച്ചവടം ചെയ്യുന്നത്. ഓരോ സെഷനും ഓരോരുത്തരുണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അതൊരു ഷോപ്പാണ്. ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. ശരിക്കും എന്ത് മണ്ടന്മാരവർ. കാരണം അതൊരു ഷോപ്പാണ്. അപ്പം ആളുകൾ കൂടുതൽ അങ്ങനത്തെ കാണുമ്പം ഇങ്ങോട്ട് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവല്ലേ ചെയ്യുക. അതൊന്നും അവർ നോക്കുന്നില്ല. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ട് എന്ന് അറിയല്ലേ ചെയ്യുക കൂടുതൽ ആളുകൾ. അപ്പോൾ അത് അവർ ഒട്ടും നോക്കുന്നില്ല. ആമല്ല, ഇവിടെ മൊത്തം പണി നടക്കുക, എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് റൂമിലോട്ട് തന്നെ പോവാം. കാരണം ഇനിയിപ്പം സമയം 5:30 ആയില്ലേ. ഇപ്പോൾ ഒരു 6 മണി ആ സമയം നോക്കാം. എന്തായാലും ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകണം. അവിടെ എവിടെയോ ഈ ഞാൻ പറഞ്ഞില്ലേ വീണ ഉണ്ടാക്കുന്നുണ്ട് എന്ന്, അതെവിടെയാണെന്ന് നോക്കാം. ഇവിടെയൊക്കെ വർക്ക് നടക്കുക. അപ്പം നമുക്കിനി ഇതുവഴി പുറത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ ആ കൊട്ടാരത്തിനുള്ളിൽ നിന്നൊക്കെ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ കുട്ടികളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു ഈ സ്കൂളുകളും പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കവാടം അവിടെ കൊടുത്തത്. നേരത്തെ നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്ന വഴിയാണ്. ഇവിടെ കണ്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സൈക്കിൾ എടുത്തിട്ടാണ് സ്കൂളിലൊക്കെ പോകുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ ഇത് കാണാനേ ഇല്ല. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം കണ്ട ആ ഒരു ക്ഷേത്രമാണത്. ആ ചെറിയ 2 ക്ഷേത്രങ്ങൾ ഓർമ്മയില്ല, നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കണ്ടതാണ്. ഇന്ന് നമ്മൾ അവിടെ തഞ്ചാവൂർ മറാത്ത പാലസിൽ പോയി, അതിനോട് ചേർന്നുള്ള മ്യൂസിയത്തിൽ പോയി, സരസ്വതി മഹൽ ലൈബ്രറി കണ്ടു. അവിടെയുള്ള ഒരു മ്യൂസിയം നമുക്ക് കാണാൻ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ മറ്റ് 2 സ്ഥലത്തും നമ്മൾ ഉള്ളിൽ കയറി അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു.
അപ്പം ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അവിടെ പോയിട്ട് ആ മനോഹരമായ ക്ഷേത്രം നമ്മൾ പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിവിടുത്തെ വൈകുന്നേര ചന്ത കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പം അടുത്ത ദിവസം മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.